വെൽക്കം ടു റേഡിയൻറ്റ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മൾ കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? എന്താ ചാപ്റ്ററിൻ്റെ പേര്? ചാപ്റ്ററിൻ്റെ പേരാണ് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ കെമിസ്ട്രി അല്ലേ. ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്തിൻ്റെ മാറ്റം അല്ലേ? അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് എന്ത്? മാറ്റർ എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്ററിൽ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ മാറ്റർ എന്താണെന്നുള്ള കാര്യം ഒന്നുകൂടെ എന്ത് ചെയ്യും? ഒന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ചേഞ്ചസ് അല്ലെങ്കിൽ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, മറന്നു പോകണ്ട. ഓക്കെ. അതുപോലെ ഈ കാണുന്ന നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതാണ് നല്ലത്. അതിന് പറ്റില്ലെങ്കിൽ മാത്രം വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സാപ്പ് നോട്ട് കിട്ടാൻ ലേറ്റ് ആകും. സോ ക്ലാസ് കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്ക്, ഫ്രീ അല്ലേ. ഇത് തുടങ്ങാമല്ലോ. അപ്പോൾ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിനകത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ഫിസിക്സിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് പ്ലേലിസ്റ്റിലോട്ട് പോയാൽ മതി. ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ തുടങ്ങാമല്ലോ. നോക്കട്ടെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു ശില്പി ഇരുന്ന് എന്ത് ചെയ്യണം? ഒരു ശില്പം നിർമ്മിക്കുകയാണ് അല്ലേ. ഈ കാണുന്ന പോലത്തെ ഒരു കല്ലിനെയാണ് കൊത്തി ഇങ്ങനത്തെ ശില്പമാക്കി മാറ്റുന്നത്. അതൊരു ചേഞ്ച് ആണോ? തീർച്ചയായിട്ടും ചേഞ്ച് ആണ് അല്ലേ. മെഴുകുതിരി കത്തിക്കുമ്പോൾ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇതിനെ കൊരയാപ്പൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? പൂക്കുറ്റിയോ? എന്തായാലും ദീപാവലിക്ക് കത്തിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കത്തിക്കുമ്പോഴും എന്താ മാറ്റമാണ് സംഭവിക്കുന്നത്? ഒരു പച്ചക്കിരുന്ന പഴം എന്ത് ചെയ്തു? പഴുക്കുന്നു, മാറ്റമാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം നീരാവിയായി മാറുന്നു, മാറ്റമാണ്. അങ്ങനെ നമ്മുടെ ചുറ്റിൽ ഒരുപാട് തരം മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മാറ്റം സംഭവിക്കുന്ന സാധനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒറ്റ ഉത്തരവുണ്ട്. എന്താണ്? മാറ്റർ എന്ന് പറയുന്ന വസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മാറ്റർ? നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിട്ടുള്ളത് എവറിത്തിങ്. അപ്പോൾ വാട്ട് ഈസ് മാറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള എന്ത് ഉപയോഗിച്ചിട്ടാ? മാറ്റർ ഉപയോഗിച്ചിട്ടാ. എന്താ മാറ്ററിൻ്റെ പ്രത്യേകതകൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എന്താ മാറ്ററിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത നോക്കി. നിങ്ങൾ ഒരു കല്ല് എടുക്കുക, ഒരു ചെറിയ കല്ല്, ഒരു വലിയ കല്ല്. എന്നിട്ട് ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക. ആ ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ ബീക്കറിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഈ ഒന്നാമത്തെ കല്ല് അതിലേക്ക് മുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും വാട്ടർ ലെവൽ ഒരല്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. കാരണം എന്താ? ഈ കല്ല് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അല്ലേ. ഈ കല്ല് ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലത്തെ വെള്ളം എന്ത് ചെയ്യും? മാറ്റിയാലല്ലേ കല്ലിന് കയറിയിരിക്കാൻ പറ്റുള്ളൂ. അല്ലെ, നിങ്ങളൊരു ബെഞ്ചിലിരിക്കുക എന്ന് വിചാരിക്കുക. ബെഞ്ചിൽ നിങ്ങൾ ഒരു 3 കൂട്ടുകാരിരിക്കുകയാണ്, അല്ലെങ്കിൽ 4 കൂട്ടുകാരിരിക്കുകയാണ്. 5ാമതൊരാൾക്ക് വന്നിരിക്കണമെങ്കിൽ നിങ്ങളൊന്നുകിൽ നീങ്ങിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഈ ആൾക്കൊന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? ഇവിടെയും ഈ കല്ലിനിരിക്കണമെങ്കിൽ ഇവിടെയുള്ള വെള്ളം മാറിക്കൊടുക്കണം. അങ്ങനെ മാറിക്കൊടുക്കുന്ന കാരണം വെള്ളത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യും? കൂടും. കാരണം ഒരു കല്ലെന്ന് പറയുന്നത് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം. ആ വേണ്ട സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ കല്ലിൻ്റെ വോളിയം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എന്തെന്ന് വിളിക്കുന്നത്? വോളിയം. അതിൻ്റെ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും തിക്നെസ്സിനെയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വോളിയം കിട്ടും, അല്ലെങ്കിൽ വോളിയം ഉണ്ട്. കുറച്ചുകൂടി കാണാൻ വലിപ്പമുള്ളൊരു കല്ല് നമ്മൾ ഇട്ടപ്പോഴത്തേക്കും ആദ്യം വന്നതിനേക്കാളും വെള്ളം എന്ത് ചെയ്തു? കുറച്ചുകൂടെ കൂടി. ഇപ്പോൾ ചെറിയ സ്റ്റോൺ ഇട്ടപ്പോൾ കൂടി വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടി കൂടി. കാരണം എന്താ? ഈ സ്റ്റോണിന് വലിപ്പം കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ വലിപ്പം കൂടുതലാണ്, അതൊരു ബിഗ്ഗർ സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ സബ്സ്റ്റൻസുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ് അത് നിങ്ങൾക്കറിയാം. എല്ലാ സബ്സ്റ്റൻസും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് എന്തുണ്ട്? ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമാണെന്ന് വെച്ചാൽ മാറ്ററിന് എന്തുണ്ട്? അതിൻ്റേതായൊരു വോളിയം ഉണ്ട്. എന്ത് വസ്തു നമ്മളെടുത്താലും നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അതിനിരിക്കാനൊരു സ്ഥലം വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ വോളിയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയെങ്കിലും മിനിമം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണടാ?
മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് എന്തുണ്ട്? ആ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് എന്താവശ്യമാണ്? സ്പേസ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും, മാറ്റർ കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഒരു വോളിയം ഉണ്ട്. പഠിച്ചു വയ്ക്കാമല്ലോ. സെറ്റല്ലേ? 2 പോയിന്റ്. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് ഇരിക്കാനായിട്ട് സ്പേസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ വോളിയം എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി ആ വസ്തുക്കൾക്കെല്ലാം, അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഈ ചെറിയ സ്റ്റോണിന് ചെറിയ വോളിയവും വലിയ സ്റ്റോണിന് വലിയ വോളിയം ഉണ്ടായതും? അപ്പോൾ നിങ്ങൾ പറയും ചെറിയ സ്റ്റോണിൽ കുറച്ചേ സാധനമുള്ളൂ, വലിയ സ്റ്റോണിൽ സാധനത്തിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഒരു വസ്തുവിനകത്ത് എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, എന്ന് നമ്മൾ അറിയണ്ടേ? അതിന് നമ്മൾ വിളിക്കുന്നത് ആ വസ്തുവിൻ്റെ മാസ് എന്നാണ്. എന്താണ്? മാസ്. ഒരു വസ്തുവിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ മാസ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ലാർജ് സ്റ്റോൺ ഉണ്ടല്ലോ, ആ ലാർജ് സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ ആ പറഞ്ഞ സ്മോൾ ആയിട്ടുള്ള സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വസ്തു എത്രത്തോളം സാധനങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ആ അളവ്, എത്ര വസ്തു എന്നതിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതിൽ എത്രത്തോളം വസ്തു ഉണ്ട് എന്ന അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ മാസ് എന്ന് വിളിക്കുന്നത്. ഈ മാസിനെ നമ്മൾ കിലോഗ്രാം എന്ന യൂണിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 1ാമത്തെ ചാപ്റ്റർ ഫിസിക്സിൽ പഠിച്ചു അല്ലേ? അപ്പോൾ എന്തിലാണ് അളക്കുന്നത്? കിലോഗ്രാം എന്ന യൂണിറ്റിലാണ് നമ്മൾ മാസിനെ അളക്കുന്നത്. എന്തുപയോഗിച്ച് നമ്മൾ അളക്കുന്നത്? കോമൺ ബാലൻസ് അഥവാ ത്രാസ് എന്ന് നമ്മൾ പറയുന്ന ആ ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ മാസിനെ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെയിങ് മെഷീൻ ഉണ്ടല്ലോ, ആ വെയിങ് മെഷീൻ വെച്ചെടുത്താലും തൽക്കാലം നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തെന്ന് പറയാം? വെയിറ്റ് ആണ്. എങ്കിൽ ഇപ്പോഴത്തേക്ക് നിങ്ങൾ അതിനൊക്കെ കൂടി മാസമാണെന്ന് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, വെറുതെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ബാലൻസ് ഉപയോഗിച്ച് നിങ്ങൾ 2 കല്ലിനെ വെയിറ്റ് ചെയ്താൽ ചെറിയ കല്ലിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ മാസ് ഉണ്ട്. അപ്പോൾ മാറ്ററിന് മാസ് ഉണ്ട്. 2ാമത്തെ പ്രോപ്പർട്ടിയും പഠിച്ചു. മാറ്ററിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും വേണം, അതിന് മാസും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മാറ്റർ എന്ന് ഡിഫൈൻ ചെയ്തുകൂടെ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതും, അതായത് വോളിയം ഉള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞിടാം, എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാറ്റർ എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളതും ഈ പറയുന്ന മാറ്റർ ഉപയോഗിച്ചിട്ട് ആണ്. മാറ്റർ അപ്പോൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? പല രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? പല രൂപത്തിൽ. അതായത് നമുക്ക് കണ്ണി കാണുന്ന മാത്രമാണോ മാറ്റർ? അല്ല, കണ്ണി കാണാത്തതും മാറ്ററിൽ വരും. ഉദാഹരണമാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? എയർ, വായു. കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഞാനും എൻ്റെ ചുറ്റുപാട് എയർ ഉണ്ട്. നിങ്ങൾക്ക് എയർ കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് മാറ്റർ ആണോ? അത് മാറ്റർ ആണ്. അതിനെന്ത് വേണം? സ്പേസ് വേണം ഒക്കുപ്പൈ ചെയ്യാൻ. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. നിങ്ങളൊരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിനകത്ത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കമഴ്ത്തിയ ഗ്ലാസ്സിനെ ഒറ്റയടിക്ക് മുക്കണം. ഇങ്ങനെ ചരിച്ച് മുക്കിയ വെള്ളം അകത്ത് കയറും, അങ്ങനെയല്ല, ഒറ്റയടിക്ക് മുക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്തുള്ള എയറിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളതിനെ കമഴ്ത്തി മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ നനയാതിരിക്കുന്ന കാണാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന വെള്ളത്തിനെ ആരോ ഒരാൾ തടയുന്നുണ്ട്. ആര് തടയുന്നുണ്ട്? ആ തടയുന്നതാണ് ഈ ഗ്ലാസ്സിനകത്തിരിക്കുന്ന എയർ. അപ്പോൾ എയറിന് സ്പേസ് വേണ്ടേ ഒക്കുപ്പൈ ചെയ്യാൻ? അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളം അകത്ത് കയറുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരാൾ ഓൾറെഡി ഇരിപ്പുണ്ട്. ആരിപ്പുണ്ട്? ആ ഇരിക്കുന്ന ആളാണ് എയർ. അപ്പോൾ എയറും എന്താണ്? ഒരു മാറ്ററാണ്. എയർ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എയറിനും അപ്പോൾ എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എയറിന് മാസ് ഉണ്ടെന്ന്? നല്ല എക്സാമ്പിൾ ഇതാ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമാണല്ലോ. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ബോളിനകത്ത് നമ്മൾ എന്താ നിറച്ച് വെച്ചേക്കുന്നത്? എയർ അല്ലേ? അപ്പോൾ എയർ ഇല്ലാത്തൊരു ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വീർത്തിരിക്കുമോ? ഇല്ല. അതെങ്ങനെ ഇരിക്കും? അതിങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വോളിയം കുറഞ്ഞു എന്നല്ലേ? അപ്പോൾ എയർ അകത്ത് വരുമ്പോഴല്ലേ അത് ഈ ബോൾ പോലെ ആവുന്നേ. അപ്പോൾ എയറിന് എന്തുണ്ട്? വോളിയം ഉണ്ട്. എയറിന് എന്തുണ്ട്? വോളിയം ഉണ്ട്. എന്ന് വെച്ചാൽ എയറിന് ഒക്കുപ്പൈ ചെയ്യാൻ എന്ത് വേണം? സ്പേസ് ആവശ്യമുണ്ട്. ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞൂടെ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എയറിന് വോളിയം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ പറയണം, ഒരു ഫുട്ബോൾ എടുത്താൽ അത് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത്, നിറച്ച് വെച്ചേക്കുന്ന സമയത്ത് എന്തായിരിക്കും? അതിനകത്ത് വോളിയം കൂടുതലാണ്. അത് ഡീഫ്ലേറ്റ് ആയിരിക്കുന്ന സമയത്ത്, അത് എയർ ഇല്ലാത്തപ്പോൾ അതിൻ്റെ വോളിയം കുറവായിരിക്കും എന്ന് പറയാം.
അപ്പോൾ ഇനി ഈ പറയുന്ന വസ്തുവിന് മാസ് ഉണ്ടോ എന്ന് അറിയണ്ടേ? എന്ത് ചെയ്താൽ മതി? എയറിൽ ഉള്ള ഒരു ഫുട്ബോളിനെയും എയർ ഇല്ലാത്ത ഒരു ഫുട്ബോളിനെയും നമ്മളൊരു വെയിങ് മെഷീനിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് നോക്കിയാൽ മതി. എയർ ഉള്ള ഫുട്ബോളിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എയർ ഇല്ലാത്ത ഫുട്ബോൾ എന്ന് വെച്ചാൽ ആ പറയുന്ന സാധനം മാത്രമാകുമ്പോൾ അതിനെന്തായിരിക്കും? വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് കൂടിയത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ എയറിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മാസ് ഉണ്ട്. അപ്പോൾ മാറ്റർ പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും മാറ്ററിന് സ്പേസ് വേണം ഇരിക്കാനായിട്ട്. നമ്മൾ സ്റ്റോണിൻ്റെ എക്സാമ്പിൾ, മാറ്ററിന് മാസ് ഉണ്ട്, സ്റ്റോണിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. എയറും ഒരു മാറ്ററാണ്. എൻ്റെ അർത്ഥം മാറ്റർ പല സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നു. കണ്ണിൽ കാണുന്നത് മാത്രമൊന്നുമല്ല, കാണാത്തതും മാറ്ററിൽ വരും. ഫോർ എക്സാമ്പിൾ എയർ ദാറ്റ് ഒക്കുപ്പൈസ് എ സ്പേസ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ടവൽ ഗ്ലാസ്സിൽ വെച്ച് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. എയറിന് മാസ് ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഡീഫ്ലേറ്റഡ് ബലൂണും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബലൂണല്ല ഫുട്ബോളും നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ കണ്ട ഒറ്റ പോയിന്റിൽ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ചുരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് നോക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് പക്ഷേ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ കളി നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. ആ മാറ്ററിന് വോളിയം അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്, അതിന് മാസ് ഉണ്ട്, അത് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു? പ്രധാനമായിട്ടും നമുക്കൊരു 8ാം ക്ലാസ് ലെവൽ 3 സ്റ്റേറ്റിനെ പറ്റി പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്താണ് സോളിഡ്? പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്തിരിക്കുമ്പോൾ അല്ലെ, ഖരാവസ്ഥ എന്ന് പറയും, ഒരു പ്രത്യേക ഷേപ്പൊക്കെ ഉള്ളതാണ് സോളിഡ്. എന്നാൽ ഒഴുകിപ്പോകുന്ന സാധനം ലിക്വിഡ്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ഗ്യാസ് എന്ന് പറയുന്നത് വായു വരും. അപ്പം നോക്കി ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചേ, പറ്റുമോ നമുക്ക്? ഹാസ് ഡെഫിനിറ്റ് മാസ്. മാസ് ആർക്കൊക്കെ ഉണ്ട്? എടാ മാസ് ഇല്ലെങ്കിൽ പിന്നെ മാറ്റർ ആണോ? അല്ലേ? അപ്പോൾ സോളിഡിന് മാസ് ഉണ്ട്, ലിക്വിഡിന് മാസ് ഉണ്ട്, ഗ്യാസിന് മാസ് ഉണ്ട്. മാസ് ഇല്ലാതെ കളിയില്ല. കാരണം സോളിഡ് മാസ് നമുക്ക് വെയിറ്റ് നോക്കി അറിയാൻ പറ്റും, ഗ്യാസിൻ്റെ മാസ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ഡെഫിനിറ്റ് ആയ വോളിയം എന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് മാത്രമല്ല, ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ടാവും. എന്തുണ്ടാവും? ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും. അപ്പോൾ എന്താ ഡെഫിനിറ്റ് വോളിയം എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കുറച്ച് കല്ലെടുത്തു. ആ കല്ലിനിരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണം, ഷേപ്പുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു വെച്ചു. ഒരു ഷേപ്പ് ഇല്ലെങ്കിലും അത് ഒഴിക്കുന്ന പാത്രത്തിൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഈ ഗ്യാസ് എന്ന് പറയുന്നതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്ത് അതിനകത്ത് ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഷേപ്പ് അനുസരിച്ച് മാറും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാസിന് ഞാനൊരു ചെറിയ ടംബ്ലറിനകത്ത് അടച്ചു വെച്ചാൽ ഇത് ചുരുങ്ങിയിരുന്നോളും. ഒരു വലിയ പാത്രത്തിലായി അത് എക്സ്പാൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഡെഫിനിറ്റായൊരു വോളിയം ഉണ്ടോ? അപ്പോൾ എന്താ വോളിയം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് ഓർത്ത് വെച്ചോ. ഡെഫിനിറ്റായിട്ട് വോളിയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ മൗസ് എടുത്തു, ഇതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഇത്രയും വലിപ്പമുണ്ട്. ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു. ആ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒരു നമുക്ക് കാണാൻ പറ്റില്ല, ഡെഫിനിറ്റായിട്ടൊരു അളവുണ്ട്. അങ്ങനെ എളുപ്പം നമുക്ക് കംപ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഗ്യാസിന് അതില്ല. ഗ്യാസ് ഏത് പാത്രത്തിനകത്ത് വയ്ക്കുമോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വോളിയം മാറുന്നത്. ഷേപ്പ് മാത്രമല്ല, അതിൻ്റെ വോളിയം അതനുസരിച്ച് മാറും. ചെറിയൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ ഇതിനകത്ത് അത് കൺഫൈൻഡ് ആയിട്ടിരുന്നോളും, ഒതുങ്ങിയിരുന്നോളും. എന്നാൽ വലിയ പാത്രത്തിൽ അടച്ചു വെച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്ത് ഈ വലുത് മൊത്തം നിറഞ്ഞിരിക്കും. സോ എവിടെ കൊണ്ടുവയ്ക്കോ അവിടെ അങ്ങ് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഗ്യാസിന് ഇഷ്ടം. അപ്പോൾ അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ സോളിഡിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ലിക്വിഡിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പക്ഷേ ഗ്യാസിന് എന്തില്ല? ഡെഫിനിറ്റ് വോളിയം. വോളിയം ഇല്ലെന്നല്ല, ഡെഫിനിറ്റ് ഒരു വ്യക്തമായ ഒരു കൃത്യമായ വോളിയം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃത്യമായൊരു വോളിയം ഗ്യാസിന് ഏത് പാത്രത്തിൽ കൊണ്ടുപോയിക്കോ അതിനകത്ത് അങ്ങ് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഗ്യാസിന് ഇഷ്ടം. ഇനി ഷേപ്പിനെ പറ്റി പറയുമ്പോൾ സോളിഡിന് മാത്രമേ പ്രത്യേക ഷേപ്പുള്ളൂ. ലിക്വിഡും നമ്മൾ ഏത് പാത്രത്തിൽ വയ്ക്കോ അതിൻ്റെ ഷേപ്പായിരിക്കും. ഗ്യാസിനും അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഏത് പാത്രത്തിൽ വയ്ക്കോ ആ ഒരു ഷേപ്പായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റേറ്റിലാണ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി ഇതല്ലാത്തൊരു സ്റ്റേറ്റ് ഉണ്ട്, അതാ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ പ്ലാസ്മ എന്നാണ് പറയുന്നത്. എന്തുവാണ്? പ്ലാസ്മ എന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങൾക്ക് ചുട്ടുപഴുത്ത് ലാവ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഊഹിച്ചൂടെ? ഹൈ ടെമ്പറേച്ചറിൽ ഒരു പേസ്റ്റ് പോലെ ഒരു ചുട്ടുപഴുത്ത് ഉരുകിയിരിക്കുന്ന ഒരവസ്ഥ, അതിനാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാലും മതിയാവും. ഓക്കെ, പ്ലാസ്മ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും മാസ് ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം തന്നെ പഠിക്കണം, വെറും വോളിയം ഒന്ന് പഠിച്ചു വയ്ക്കരുത്. ഡെഫിനിറ്റ് വോളിയം സോളിഡിനും ലിക്വിഡിനേ ഉള്ളൂ, ഗ്യാസിനില്ല. ഇനി ഡെഫിനിറ്റായ ഷേപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷേ ഡെഫിനിറ്റായ ഷേപ്പ് സോളിഡിന് മാത്രമേ ഉള്ളൂ, ലിക്വിഡിനും ഗ്യാസിനും അതില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്, മറക്കാതെ പഠിച്ചോളൂ. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് ചേഞ്ചസിലോട്ട് പോവാം. നമ്മുടെ എന്താ തീർന്നു, നമ്മുടെ മാസ് അല്ലെ നമ്മുടെ മാറ്റർ എന്ന് പറയുന്ന ഭാഗം തീർന്നു. എന്ത് തീർന്നു? മാറ്റർ തീർന്നു. നമ്മുടെ അടുത്ത് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? ചേഞ്ചസ് അല്ലേ, കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ചേഞ്ചിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ എന്താ ചേഞ്ച് ചെയ്യുന്നതെന്ന് പഠിച്ചു. മാറ്ററാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ആ ചേഞ്ച് എങ്ങനെയാണ്? ചേഞ്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കി. നമ്മൾ മെഴുക് ഉരുക്കുമ്പോൾ മെഴുക് സോളിഡായിട്ടിരിക്കും. മെഴുകുതിരിയുടെ മെഴുക് ഉരുക്കുമ്പോൾ അത് ലിക്വിഡാവും, തണുക്കുമ്പോൾ വീണ്ടും സോളിഡാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ സോളിഡ് ചൂടാക്കുമ്പോൾ ലിക്വിഡാവും, ലിക്വിഡ് ചൂടാക്കുമ്പോൾ എന്താവും? സോളിഡാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്ക് വേറൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമ്മൾ വൈസ് വേഴ്സ എന്ന വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കഷ്ണം പേപ്പറിനെ കത്തിച്ചു എന്ന് വിചാരിക്കുക. അതെന്തായിട്ട് മാറും? അത് ആഷ് അഥവാ അതെന്തായിട്ട് മാറും? ചാരമായിട്ട് മാറും അല്ലേ. എന്തായിട്ട് മാറും? ചാരം, ആഷ് അല്ലേ. നിങ്ങളിവിടെ ചാമ്പൽ എന്നാണ് പറയുന്നത് ഇതിന്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയൂ ഇതിനെ? വേറെ വല്ല പേരും പറയൂ? ഞങ്ങളുടെ നാട്ടിൽ ചാമ്പൽ, അല്ലെങ്കിൽ ടെക്നിക്കലി സാഹിത്യ ഭാഷയിൽ ചാരം എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ ആഷ് എന്ന് പറയും. അപ്പോൾ ഈ ആഷിനെ പക്ഷേ നമുക്ക് തിരിച്ചൊരിക്കലും എന്താക്കാൻ പറ്റത്തില്ല? പേപ്പറാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ചില മാറ്റങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ചില മാറ്റം പക്ഷേ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാറ്റങ്ങൾ രണ്ട് തരത്തിലുണ്ട്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മാറ്റവും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത മാറ്റവും. ഇനി വേറൊരു കാര്യം, അതിൻ്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വരുമ്പോൾ ഈ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാം അല്ലേ. രണ്ട് മാറ്റങ്ങളാണുള്ളത്. നോക്കിയേ, ഇതിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീറ്റ് ആക്കുമ്പോൾ വാക്സ് മെൽറ്റ് ചെയ്യും, തിരിച്ച് കൂളാക്കുമ്പോൾ തിരിച്ചു വരും. ഫിസിക്കലി പുറത്തുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ പേപ്പർ കത്തിച്ചപ്പോൾ അത് മാറാത്ത മാറ്റമാണ്. അത് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഘടനയിൽ വ്യത്യാസം വരുന്നു. കെനോട്ട് ബി റിവേഴ്സ്, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യും? ഫോം ആവുകയും ചെയ്യും. ആ ഫോമായ സബ്സ്റ്റൻസ് ആണ് എന്ത്? ചാരം, സ്മോക്ക്, ഗ്യാസ് എന്നൊക്കെ പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയാൽ അത് ഫിസിക്കൽ. അങ്ങോട്ട് മാത്രം മാറ്റുക, തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? കെമിക്കൽ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ മാറ്റങ്ങൾ രണ്ട്. ഇനി സ്പീഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില മാറ്റങ്ങൾ പെട്ടെന്ന് നടക്കും, ചിലതാണെങ്കിലോ പതുക്കെ നടക്കത്തുള്ളൂ. ഓക്കെ. ഒരു 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 സീഡ് വളർന്നൊരു ചെടിയാകാൻ നല്ല സമയമെടുക്കും അല്ലേ. എന്നാൽ അതുപോലെയാണോ ഒരു പടക്കം പൊട്ടിക്കുന്നത്? ടക്കെന്ന് പൊട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ചസിനെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. സ്പീഡുള്ള ചേഞ്ചസ് എന്നും ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്നും. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത്, മുളച്ച് വരുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പഴം പഴുക്കുന്നത്, ഒരു ചെടി വളർന്നു വരുന്നതൊക്കെ സ്ലോ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു പടക്കം പൊട്ടിക്കുന്നു, നമ്മളൊരു ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നു, പേപ്പർ കത്തിക്കുന്നു, ഓക്കെ, ഫയർ വർക്ക് എക്സ്പ്ലോഷൻ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നല്ലേ, എന്നാലും കുഴപ്പമില്ല, മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? പെട്ടെന്ന് നടക്കും. അപ്പോൾ ചില ചേഞ്ചുകൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ചിലതാണെങ്കിലോ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലതാണെങ്കിൽ എന്ത് ചെയ്യാം? ചിലത് നടക്കുന്നത് എന്തായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ചിലത് എന്തായിരിക്കും? വളരെ സ്ലോ ആയിട്ടും ആയിരിക്കും. അപ്പം അങ്ങനെ ചേഞ്ചസ് പലതരത്തിലുണ്ട്. സോ നമുക്ക് ചേഞ്ചസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. നേരത്തെ പറഞ്ഞ ഫിസിക്കലും കെമിക്കലും. മറ്റേ നേരത്തെ പറഞ്ഞ ചേഞ്ചിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ്. എന്താ ചേഞ്ച് ഉണ്ട്? രണ്ട് ടൈപ്പ്, ഫിസിക്കലും കെമിക്കലും. എന്താ ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, ഫിസിക്കൽ ചേഞ്ചിൽ നമ്മൾ പറഞ്ഞു മെഴുകുതിരി ഉരുകുന്നു, വെള്ളമാവുന്നു, തിരിച്ചാവുന്നു. പുതിയ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? ഇല്ല. അപ്പോൾ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ല ഫിസിക്കൽ ചേഞ്ചിൽ. കെമിക്കൽ ചേഞ്ചിലാണെങ്കിലോ പേപ്പർ കത്തിച്ചു, ചാരം ഉണ്ടായി, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ഫിസിക്കൽ ഓക്കെ, ഓൺലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ചേഞ്ചസ് അല്ലെ, പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. യൂഷ്വലി അതെന്തായിരിക്കും? തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. മറ്റാത്ത ചില കേസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോഴത്തേക്ക് അങ്ങനെ പഠിച്ചാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ കെമിക്കൽ വരുമ്പോഴത്തേക്കും മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് എല്ലാം മൊത്തത്തിൽ മാറ്റുകയാണ്. അപ്പോൾ അതൊരിക്കലും എന്തല്ല റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇർറിവേഴ്സിബിൾ ആയിരിക്കും. അതെന്തായിരിക്കും? ഇർറിവേഴ്സിബിൾ ആയിരിക്കും. ഇപ്പോൾ നോക്കിയേ, മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുതിരി ഉരുകുന്നത്, വെള്ളം നമ്മൾ ഐസാക്കുന്നത്, ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കുന്നതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? തിരിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെങ്കിലോ കണ്ടോ, നമ്മൾ ഈ പറയുന്ന ക്യാൻഡിൽ കത്തിക്കുമ്പോൾ എന്ത് പറ്റും? തീ ഉണ്ടാകുന്ന ആ ചേഞ്ച് അതെന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. മെഴുകുതിരി ഉരുക്കുന്നതല്ല, മെഴുകുരുക്കുന്നതല്ല, എന്താണ്? മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ രണ്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. മെഴുകുതിരി നമ്മൾ തീ കാണിച്ച് ഉരുക്കുന്ന പോലെയല്ല മെഴുകുതിരി കത്തിക്കുമ്പോൾ. മെഴുകുതിരി കത്തിക്കഴിയുമ്പോൾ ആ അത്രയും മെഴുകും ഉരുകി നിങ്ങൾക്ക് വെള്ളമായിട്ട് കിട്ടുമോ? ഇല്ലല്ലോ, അളവ് കുറയത്തില്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, തൈരാക്കുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പിക്കുന്നത്.
ബേണിംഗ് ഓഫ് ഫയർവുഡ്, ഇതൊക്കെ എന്താണ് ഒരിക്കൽ നടന്നാൽ പിന്നെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. മെഴുക് നമ്മളൊരു പാത്രത്തിലിട്ട് ചൂടാക്കി ഉരുക്കുമ്പോൾ അതേ അളവിൽ വെള്ളം കിട്ടും. അതല്ല, കത്തിച്ചു വെച്ച ക്യാൻഡിലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നോക്കിയേ, അതാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താ? നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. Only the molecular arrangement changes. But in chemical change, a new substance is converted into another one, and that means a new molecule is formed. പുതിയൊരു മോളിക്യൂള് ഫോം ചെയ്തു എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. കണ്ടുവന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൗട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? മെൽറ്റിംഗ് ഓഫ് വാക്സും ബേണിംഗ് ഓഫ് ക്യാൻഡിലുമാണ്. മാറിപ്പോവരുത്. മെൽറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ബേണിംഗ് കത്തിക്കുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ചിനകത്ത് ഉൾപ്പെടുന്ന കാര്യം ആകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു 3 സബ്സ്റ്റൻസ് ഉണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അതൊന്ന് താരതമ്യം ചെയ്യണേ. സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെഫിനിറ്റ് ഓളിയോ ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എന്തായിരിക്കും? വളരെയധികം അടുത്തടുത്തായിരിക്കും. സോ വെരി ലെസ് ആയിരിക്കും എന്ത് പാർട്ടിക്കിൾസിനിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെസ് ദാൻ സോളിഡ് എന്ന് പറയാൻ പറ്റും. എന്തെന്ന് പറയാൻ പറ്റും? സോളിഡിനേക്കാളും കുറവാണ് എന്നാൽ സ്പേസ് ഉണ്ട്. ഗ്യാസ് ആണെങ്കിലോ, ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, ഓളിയും ഇല്ല. കാരണം പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെരി ഹൈ എന്ന് പറയാൻ പറ്റും. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും ഗ്യാസസിനകത്ത്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഇവിടെ അടുത്തടുത്തിരിക്കണമെങ്കിൽ സ്നേഹം വേണം അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ അടുത്തടുത്തിരിക്കണമെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷനും സ്നേഹവുമാണ്. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വെരി ഹൈ ആയിരിക്കും അല്ലേ? അപ്പോഴേ അടുത്തടുത്തിരിക്കുകയുള്ളൂ. സോളിഡിനകത്ത് രണ്ടിനും ഇടയിലായിട്ടാണ്. എന്നാൽ ഗ്യാസിലോ അട്രാക്ഷൻ ഭയങ്കര കുറവ്, ശത്രുക്കൾ. അതുകൊണ്ടാണ് മാക്സിമം ദൂരെ പോയി നിൽക്കുന്നത്. സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇവിടെ അടുത്തടുത്ത് ചേർത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. അനങ്ങാൻ പറ്റുമോ? ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ സോളിഡിനകത്ത് വളരെ കുറവാണെങ്കിൽ ലിക്വിഡിൽ എന്തായിരിക്കും? ലിക്വിഡിനകത്ത് വരുമ്പോഴത്തേക്കും സോളിഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഫാസ്റ്റർ ദാൻ സോളിഡ് എന്ന് പറയും. ഗ്യാസിനകത്താണെങ്കിലോ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. കാരണം എന്താ? വളരെ ദൂരെ ഇരിക്കില്ലേ, ഒരു ബന്ധവുമില്ല. നിങ്ങളതിനെ ആലോചിച്ചൊക്കെ, പാരൻസിൻ്റെ ഒരു ശിക്ഷണമൊന്നും ഇല്ലാതെ, ടീച്ചേഴ്സ് ഒന്നും നോക്കുക, നിങ്ങളങ്ങ് ഇഷ്ടത്തിന് അങ്ങ് വിട്ടാൽ നിങ്ങളെ ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്യുക. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് എനർജി. ഇവിടെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം അല്ലേ? അപ്പോൾ മൂവ്മെൻറ്റ് കുറവായിട്ട് ഇവിടെ ചേർത്ത് പിടിച്ചേക്കുകയാണെങ്കിൽ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും. മറ്റിടത്ത് നന്നായിട്ട് മൂവ് ചെയ്യില്ലേ, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ നല്ല എനർജി വേണ്ടേ? എനർജിയും വേണം. അങ്ങനെ പാർട്ടിക്കിൾസ് 2-3 തരത്തിൽ ഉണ്ട്. ഇത്രയും ഇവിടെ ഇരിക്കട്ടെ. ഈ പോയിന്റുകൾ നമുക്ക് ആവശ്യമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതിലെന്ത് മാറ്റം സംഭവിക്കുന്നു, എങ്ങനെ മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം പഠിക്കണ്ടേ? ആ കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ചിനെ പറ്റി പഠിക്കും. അത് ഇന്ന് പഠിക്കുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യങ്ങളല്ലേ പറഞ്ഞത്? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ട് പഠിക്കാം.